കൊണോമ വില്ലേജിലേക്കുള്ള ഒരു ഗേറ്റാണ്, ഒരു ആർച്ച് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് അങ്ങോട്ട് കൊണോമ വില്ലേജിലേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ ഒരു ആർച്ചിന് മുമ്പിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ ഓടിയാൽ കൊണോമ വില്ലേജിലെത്തും. കൊണോമ കാരു എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കൊണോമ വില്ലേജിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വരും. എനിക്ക് തോന്നുന്നു കൊഹിമ നാഗ ഫെസ്റ്റിവൽ കാണാൻ വരുന്ന ആൾക്കാരെല്ലാവരും വരുന്ന ഒരു വില്ലേജ് തന്നെയാണ് കൊണോമ വില്ലേജ്. ഇത് ഏകദേശം കൊഹിമയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അങ്കാമി നാഗ ഗ്രാമമാണ്. ഇവിടെ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചൊക്കെ ഉണ്ട്, ബാപ്റ്റിസ്റ്റ് ചർച്ച് ഓഫ് കൊണോമ. കൊണോമ ഗ്രീൻ വില്ലേജ്, ഭാരതത്തിലെ ആദ്യത്തെ ഗ്രീൻ വില്ലേജ് എന്നാണ്. ഗ്രീൻ വില്ലേജാണ് കൊണോമ ഗ്രീൻ വില്ലേജ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടെ കയറാൻ. ഫ്രീ ആയിട്ട് കയറാൻ പറ്റത്തില്ല. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിലൂടെ കയറാം. അപ്പം ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടന്ന് കറങ്ങി തിരിഞ്ഞ് വരുന്നു, അത്ര തന്നെ. നൃത്തത്തിൽ ഞങ്ങൾ ഇറക്കിയാണ്. ഇവിടെ നിന്ന് ഗൈഡില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. ആ ലേഡിയാണ് ഗൈഡ്. It has derived its name from a local plant called kono. കൃഷി നടത്തുന്ന സ്ഥലമാണ്. ഗ്രാമവാസികളുടെ വീടുകളൊക്കെയാണ് അതൊക്കെ. ചിമ്മിനിയൊക്കെ ഉണ്ടല്ലേ. ഇത്രയേ ഉള്ളൂ. ഇത് വലുതായിട്ടൊന്നും കാണാനില്ല. പിന്നെ ഒരു പൂക്കളുടെ താഴ്വര ഉണ്ട് അവിടെ. നല്ല പൂക്കളൊക്കെ ഒരു ഞെൽപ്പുണ്ട്, നല്ല മഞ്ഞ കളറുണ്ട്. ഇതൊക്കെ പുതിയ മോഡേൺ വീടുകളാണ്. ഇതൊക്കെ അവരുടെ ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാം ഇഷ്ടി വെച്ചിട്ടുണ്ടാക്കി ഇടുന്നതാണ്. തടിയൊക്കെ ഇട്ടുള്ള വീടുകൾ. മേളിൽ ആ വീടിൻ്റെ മേളിൽ താഴെ ഇഷ്ടിയൊക്കെ വെച്ചിട്ടാണെങ്കിലും മേളിൽ തടിയുള്ള കൂരയൊക്കെയാണ്, തടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെങ്കിൽ പാത്തുവേ ഒഴുക്കിയിട്ടുണ്ട്. ആ പാത്തുവേക്കിലൊക്കെ നടന്ന് കറങ്ങി 2 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ നടന്ന് എല്ലാം ഫോട്ടോയൊക്കെ എടുത്ത് വരാനാണെങ്കിൽ. ഈ താഴ്വരയിലൊക്കെ ഇവരുടെ വീടുകളാണ്. പൂക്കളിങ്ങനെ ഇഷ്ടം പോലെ ഒരുങ്ങിപ്പോണ്ട്. ഈ വീടൊക്കെ പഴയ ടൈപ്പ് വീടാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഘോരമായ സമരം നടത്തിയിട്ടുള്ള ഒരു വിഭാഗക്കാരാണ് അങ്കാമി നാഗ ഗ്രൂപ്പ്. അവരുടെ ആവാസ സ്ഥലമാണ് കൊണോമ വില്ലേജ്. കൊണോമ യുദ്ധം ഫേമസ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് കൊണോമ വാരിയേഴ്സ് നടത്തിയ യുദ്ധമാണ് കൊണോമ യുദ്ധം. പക്ഷേ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചിറക്കി. അവരുമായിട്ട് ഉടമ്പടി ഒപ്പിടേണ്ടി വന്നു. നമ്മുടെയൊക്കെ രാജ്യത്ത് സംഭവിച്ച പോലെ അല്ല, തിരുവിതാംകൂറിൽ തന്നെ ആണെങ്കിലും എല്ലാം ബ്രിട്ടീഷുകാരുടെ ഉടമ്പടി ഒപ്പിട്ടിട്ടാണ് പിന്നെ ഭരിക്കേണ്ടി വന്നത്. അതുപോലെ ഇവിടെ അങ്ങനെ ഉടമ്പടി ഒപ്പിടേണ്ടി വന്നു. എല്ലാ തരത്തിലുള്ള വേട്ടയാടലുകളും നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കൊണോമ ഗ്രാമം. ഇപ്പോൾ അപൂർവ ഇനം പക്ഷിയായ ബ്ലൈത്ത് ട്രാഗോപൻ ഇവിടെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതുവരെ കണ്ടില്ല, കണ്ടാൽ കൊള്ളാം. ഇത് ഭാരതത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമമാണ്, ഗ്രീൻ വില്ലേജ്. ഇതിപ്പോൾ വട്ടോടെ പോയാലും ഇതിനേക്കാളും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ വർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാണാൻ വന്നത്. ഒരു പാത്ത് വഴിക്കിട്ടുണ്ട്. അതിലെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, അത്രേ ഉള്ളൂ. അതിനായിട്ട് അവിടെ കച്ചവടക്കാരും ഇല്ല. നമ്മൾ സാധനം എടുക്കുക, പൈസ കൊടുക്കുക, പോകുക. അതിന് വിലയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വില ഇട്ടാൽ മതി. ഹണിയുണ്ട് 300 രൂപ. ബോക്സ് ഉണ്ട്, ബോക്സിൽ പൈസ ഇട്ടാൽ മതി. ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ആരും കച്ചവടം ചെയ്യാനൊന്നും ആരുമില്ല. ഈ കരിമ്പൊക്കെ ഉണ്ട്, ഒരെണ്ണത്തിന് 50 രൂപ. വിൽപ്പനയൊക്കെ ഉണ്ട്. തേനും അവിടെ ഷാളുകളും ഒക്കെ ഉണ്ട്. ഷാളിനെന്താ വില? കൊണ്ടുവന്നായിരിക്കും. ഇതാണ് കൊണോമ ഫോർട്ട്, കൊണോമ കോട്ട. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ കോട്ട കെട്ടിയിട്ടായിരിക്കും ഇവിടെ അങ്കാമി നാഗ ഗ്രാമീൺസ്
അവരെ ഇവിടുത്തെ ബ്രിട്ടീഷുകാരെ തടഞ്ഞു നിർത്തിയ ഏക ഗോത്ര സമൂഹമാണ് ഇത് അങ്കാമി നാഗാസ്. ഇതാണ് കൊണോമ ഫോർട്ട്. അതായത് 1825 ആണ്ടിലാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്, കംപ്ലീറ്റ് ചെയ്തത് ഫോർട്ടിൻ്റെ. No, we'll go inside. Eh? Yeah, you can go up and see. ഇവിടെയൊക്കെ എന്നാ വേണ്ടായിരുന്നു. ഇവിടെയൊക്കെ കടകളുണ്ട്. ആ കോട്ടയുടെ അകത്ത് നമുക്ക് കയറാം. ഇഷ്ടംപോലെ കോട്ടകളുണ്ടെങ്കിലും ഏറ്റവും ചെറിയൊരു കുഞ്ഞു കോട്ടയാണിത്. ഈ കോട്ടയുടെ കയറി നോക്കാം. കയറി ഇത് റീകൺസ്ട്രക്ട് ചെയ്ത കോട്ടയാണ്. പഴയ കോട്ടയുടെ യാതൊരു ബന്ധവുമില്ല. വെളിയിലിങ്ങനെ കല്ലുകൾ, ഈ കരിങ്കല്ല് പാവിയെന്നേ ഉള്ളൂ. ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും ഈ സ്ഥലത്തിൻ്റെ മലനിരകളുടെ. And this village is called That village is also No, another village. Metsoma. ജോട്ട്സോമ വില്ലേജ്. Area is Angame. ചുറ്റും തടിയാണ് ഇട്ടേക്കുന്നത്. ഒരു നെരിപ്പോടൊക്കെ ഉണ്ട്. ഇവിടെ ഇരിഞ്ഞുകൊണ്ടിരിക്കുക, രാത്രിയൊക്കെ വന്ന് ചൂട് കാഞ്ഞിട്ടൊക്കെ ഇരിക്കാനായിട്ട് നല്ല രസമായിരിക്കും ഇവിടെ. ഇതിനൊക്കെ ഒരു വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്തിടണം. എൻ്റെ വീടിൻ്റെ അകവശമാണ്, അകത്തോട്ട് കടന്നില്ല, വെളിയിൽ നിന്നെടുക്കുകയാണ്. എന്നൊക്കെ പറയുമ്പോഴേ കാര്യം മനസ്സിലായി. ഒച്ച തന്നെ ഉണ്ടോ? അല്ല, അവര് നമ്മളെ പോലെ നാഗാ വില്ലേജാ ഉണ്ടോ? ഇങ്ങനെ കൂവത്തേ ഉള്ളൂ. അവരുടെ ഭാഷ ഇതാണ്, ഇങ്ങനെ ചെറുതായിട്ട് കൂവും. കൊച്ചു തന്നെ സംസാരിക്കുന്ന നാട്ടിൽ കൂവിയാണ്, കൂവിയാണ് സംസാരിക്കുന്നത്. ആ, ഇതൊരു പഴയ വീടാണ്. ഇതിനിവിടെ താമസമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പൊളിഞ്ഞു വീടാറായൊരു വീടാണ്. എല്ലാവരും വിൽപ്പന തന്നെ, തേനും മറ്റത് മറിച്ചതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാൻഡ് മെയ്ഡ് സാധനമാണ്. ചെറിയൊരു തറിയിലാണ് സമയം എടുത്തിട്ടുള്ളത്. ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഗൈഡ്. ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ടത് അവിടുത്തെ നെയ്ത്തുശാലയാണ്. ഇത് ട്രാഗോമൻ പക്ഷിയാണത്. സോറി, ഇത് കോഴിയാണ്. ഇവിടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെയൊക്കെ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോവാം. ഡിഷ് തന്നെ വെച്ചിട്ടുണ്ട്. TV ഒക്കെ ഉണ്ട്, നല്ല സെറ്റപ്പ്. ഇവിടെ തടിയൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നു തണുപ്പ് സമയത്തൊക്കെ ഉപയോഗിക്കാനായിട്ട്. സ്റ്റോറിങ് ആയിട്ടുള്ള ഫിയേഴ്സ് ബാറ്റിൽ നടന്ന സ്ഥലം, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന് കൊണോമ യുദ്ധം. ട്രക്കിംഗ് നടത്തി കുറേ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷൻ്റെ പുറത്താണ് ആ വീട് നിൽക്കുന്നത്. താഴേന്നേ ഇങ്ങനെ ഫൗണ്ടേഷൻ കെട്ടിക്കൊണ്ട് വരണം, മലയുടെ ചരിവിലായതുകൊണ്ട്. Shopping mall also, I met. Even when we were standing in front of the stage, the first day. ഞാൻ ഇവിടുത്തെ ഗൈഡിനോട് ചോദിച്ചു, ഇവിടുത്തെ ബ്ലൈറ്റ് ട്രാഗോമൻ ബേർഡിനെ ഇവിടെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈഡിനോട് ചോദിച്ചാൽ പറഞ്ഞത് ജംഗിളിലേ ഉള്ളൂ, ഇവിടെ ഒന്നും കാണത്തില്ലെന്നാണ്. ടോപ്പിലെത്തിക്കുക ഞങ്ങൾ. ഒരു ഫോട്ടോ എടുത്തില്ല സാർ. Can you take a photograph for me? I must see the background. കൊണോമ വില്ലയിലൊരു ഹോം സ്റ്റേ ആണ്, സൗസ് ഹോം സ്റ്റേ. ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അന്ന് കയറിയൊരു വ്യൂ എടുത്തിട്ട് വരാം. ഈ കൊണോമ വില്ലേജിലെ ഹയസ്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങിൻ്റെ മേളിൽ ഇരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ വ്യൂ കിട്ടും. ഈ മലനിരകളുടെ മലയുടെ അടിവാരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വീടുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് താഴെവിടയിലാണ്.
ഇതിലെ കൂടെയാണ് ആ ഭാഗത്തൂടെ ഞങ്ങൾ കയറി വന്നത്. കയറി നല്ല ഉയരത്തിലെത്തിയിരിക്കുകയാണ്. It's in the trees for a kilometer. Through their whole forest. ഒരു പഴം നിൽക്കുന്നത് ബംബ്ലി മാസാണെന്ന് തോന്നുന്നു. മെമ്മോറിയൽ അതിനകത്ത് എന്താ ഉണ്ട്? ഇതിന്റെ മേളിൽ എന്തോ കാണാനുണ്ട്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ നഗരത്തിലൂടെയുള്ള വില്ലയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇടുങ്ങിയ വഴികളിലൂടെ കരിങ്കല്ല് പാകിയ വഴികളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ടീമാണ് ഇറങ്ങി വരുന്നത്. ഗൈഡ് തൊട്ടുപുറയിലുണ്ട്. ജേക്കബ് സാർ മുന്നിൽ, ഗൈഡ് തൊട്ടുപുറയിൽ, അതിൻ്റെ പ്രവീൺ സാറ്, അനിൽ സാറ്, ഷാനവാസ് സാറ്, ഇത്രയും പേരാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം തിരിച്ചെത്തിയിരിക്കുകയാണ്. കുറേ പേരുടെ കല്ലറകളൊക്കെ ഉണ്ട് ഇവിടെ, ബ്രിട്ടീഷുകാരുടെയൊക്കെ. ഇവിടുത്തെ ലേഡിയാണിത്. Duck. Yes. Do they have phones here? കിടപ്പുണ്ട്. ഏകദേശം എല്ലാ പള്ളി കാണുന്നിടത്ത് എത്ര നമുക്ക്. അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇനി താഴോട്ട് പോയിക്കൊണ്ടിരിക്കാം. ആൾക്കാരൊക്കെ കഷ്ടമായി കയറി ക്ഷീണിച്ച്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം അത്ര കയറ്റമില്ലായിരുന്നു. ഇതിലൂടെ കയറപ്പോഴത്തേക്ക് നല്ല കയറ്റമാണ്. ഞങ്ങൾ ഗൈഡ് നല്ലൊരു വഴി കൂടെ കൊണ്ടുവന്ന് ഇറക്കം നല്ല കുത്തനെയുള്ള ഇറക്കത്തിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. ഇറക്കം നല്ല രസമാണ്. എത്തിപ്പോയി. കുറച്ചും കൂടെ എത്തിയാൽ ഇറങ്ങിയാൽ നമ്മളങ്ങ് എത്തും. ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഇറക്കം ഇറങ്ങി വന്നതാണ്. സ്റ്റെപ്പുണ്ട്. ഇനി ഇറക്കം ഇറങ്ങി വന്ന വഴികളൊക്കെ നമുക്ക് നോക്കാം. ആ ഹൈറ്റിൽ നിന്നാണ് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. എൻട്രൻസ്. ഇത് എക്സിറ്റ് എടുത്ത് നമ്മൾ എൻട്രൻസ് വേറെ വഴിയുടെ കയറി. ഇവിടെ എക്സിറ്റ് എടുത്ത് ചെറുതെല്ലാം തിരിച്ചാണ് കയറിയത്. ഇതാണ് അവിടുത്തെ ബാപ്റ്റിസ്റ്റ്, കൊണോമ ബാപ്റ്റിസ്റ്റ് ചർച്ച് ആ കാണുന്നത്. താഴോട്ട് എത്തിക്കഴിഞ്ഞു. ഇതോടെ നമ്മൾ കൊണോമ ഹരിത ഗ്രാമം സന്ദർശനം കഴിഞ്ഞിരിക്കുകയാണ്.